അല്ല, ചർച്ച എന്ന് പറഞ്ഞാൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യണ്ടേ? ബന്ധപ്പെട്ടവരായിട്ട് ചർച്ച ചെയ്ത് ഒരു തീരുമാനം അറിയിക്കും. 11 മണിയോട് വിളിക്കാം, എല്ലാവരും വിളിക്കാം. നിങ്ങൾ കാത്തു നിൽക്കാം. നമ്മളൊരു അതായത് നമ്മൾ നേരത്തെ തന്നെ 2025 നവംബർ 5-ന് സ്പെഷ്യൽ കമ്മീഷണർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് അവര് പ്രപ്പോസ് ചെയ്ത കണക്കും നമ്മുടെ ആക്ച്വൽ എത്രയെന്നുള്ളൊരു കണക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കണക്കിന്റെ ബേസിലാണോ നമ്മുടെ ചർച്ച? പൊരുത്തക്കേടുകൾ ഉണ്ടല്ലോ സുഹൃത്തെ, പൊരുത്തക്കേടുകൾ തീർത്ത് നിങ്ങളെ 11 മണിക്ക് ഞാൻ എല്ലാം അറിയിക്കാം. 11 മണിക്ക് മനുഷ്യന് പ്രതീക്ഷയിലല്ലേ ജീവിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അബദ്ധമായിരിക്കും. കാരണം മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. 10 മണിക്ക് മീറ്റിംഗ്, 9:30 അതിന് മുമ്പ് ചർച്ച, 11 മണിയാകുമ്പോൾ എല്ലാവരെയും വിളിക്കാം. ഇവിടെ നിൽക്കണം, നമുക്ക് അകത്ത് വിളിച്ച് നിങ്ങളെ കാണാം. ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് എൻ്റെ ചർച്ചയ്ക്കുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായി. സാർ ഒരു കാര്യം, സാർ ഈ ശബരിമല യുവതീ പ്രവേശ കേസിലൊരു ഇപ്പം നിലപാട് അറിയിക്കുമെന്ന് കോടതി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ബോർഡിന്റെ നിലപാട് നിലവിൽ അവിടെ സമർപ്പിച്ചിരിക്കുന്ന വ്യത്യസ്തമായ നിലപാട് അറിയിക്കേണ്ടി വരുമല്ലോ? ഉപഭോക്തന്റെ നിലപാട് തന്നെ സമയമായില്ല. സമയമാകുമ്പോൾ നിലപാടെടുക്കും. കാരണം 2020 ഈ വാദം നടന്ന സമയത്ത് അന്ന് നിലപാടായിരുന്നു അന്ന് ബോർഡിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. പറയാനുള്ള സമയമായിട്ടില്ല, പറയും. സമയമാകുമ്പോൾ എല്ലാം കൃത്യമായിട്ട് പറയാം. ഇപ്പം നിങ്ങൾ പോയിട്ട് വന്നാൽ മതി. 11 മണിയേ ആവും.